ഹലോ, വെൽക്കം ടു മിനിസ്കെ സ്മൈലി വ്ളോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇപ്പോൾ രാവിലെ 6:30 ആയി. ഞാനിപ്പോൾ പുറത്ത് 2-3 ദിവസമായാലും നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചൊരു വീഡിയോ എടുത്തിട്ട്. ഓക്കെ, എല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതുണ്ടോ, ഇപ്പോൾ 6:30 ആയത്തേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കുക്കു വന്നു. അമ്മ കുക്കുമ്മ എല്ലോകിതേപ്പേ എൻ്റെ കുക്കു രാത്രി എൻ്റെ കുക്കുവിനെ കാണാനില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു അവൾ എവിടെ പോയെന്ന്. കള്ളിക്കുട്ടി എവിടെയോ പോയി കിടന്നുറങ്ങിയിട്ട് വന്നിരിക്കുന്നു. 2 ദിവസം അവിടെ പുറത്ത് പോകും കേട്ടോ. പുറത്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അങ്ങനെ പുറത്തൊന്നും പോകത്തൊന്നുമില്ല. അവൾക്ക് പേടിയാണ് ഇവിടെ. കുക്കുമ്മ വാ. അവർ കഴയും, അവൾക്ക് വിശക്കുന്നുണ്ട്. ആകാശമൊക്കെ ഉണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ ഒന്നും വെളുത്തില്ലെന്ന് തോന്നും. 6:30 ആയിട്ടുണ്ട് കേട്ടോ. ചായ കുടിച്ച രാവിലെ എല്ലാവരും. കണ്ടോ ചൂടുള്ള ഈ തണുപ്പത്തും കാറ്റത്തും ചൂടുവെള്ളം. ഇന്നും എനിക്ക് 12 o'clock ആണ് കേട്ടോ ഡ്യൂട്ടി. അപ്പോൾ ഇപ്പോൾ പോയിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് വരാം കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, എൻ്റെ കുക്കും പോന്നു. കുക്കുമ്പോടെ ഒരു വീഡിയോ എടുക്കട്ടെ. കള്ളിപ്പണ്ട് രാത്രി മൂലം കള്ളിനെ കാണുന്നില്ലായിരുന്നു. എവിടെ പോയേ? അമ്മയുടെ പൊന്ന് എവിടെ പോയേ? രാത്രി മൂലം എവിടെയായിരുന്നു എൻ്റെ കുഞ്ഞു പോയത്? അമ്മയുടെ പൊന്നല്ലേ ഓകിതേ. കുക്കുമോ, കുക്കാച്ചി, കുക്കു. ദേ പോന്നു കുക്കുമ്മ. എൻ്റെ പൊന്ന് എവിടെയാ പോയേ? എവിടെ പോയെന്ന്? കുക്കുമ്മ എവിടെ പോയേ? എൻ്റെ കാലിൻ്റെ കീഴെ വരുവാണേ. അവൾക്കിപ്പോൾ ഫുഡ് വേണം കേട്ടോ. അതിനാ കുക്കാച്ചി എന്നെ വേണ്ടേ? കുക്കുന് ഊട്ട ബേക്കാ? ഊട്ട വേണോ കുഞ്ഞ്? ചോറ് വേണോ? ചോറില്ല, ചോറ് കഴിക്കൂ നീ. കൊച്ചിന് എന്നെ വേണ്ടേ? പിന്നെ എന്നോട് കളിക്കുന്നുണ്ടോ? അത് സന്തോഷം കേട്ടോ കാണുന്നത്. കുഞ്ഞിന് എന്നെ വേണ്ടേ? കുക്കുമു, കുക്കുന് എന്നാ വേണ്ടത്? ഒട്ടെ അസുഖാ ഇതേ പൊന്നെ കുക്കുമു. അവൾക്കേ ഇപ്പോൾ ഫുഡ് വേണം. അതിനാണ് വന്നിങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്. രാത്രി പോയതല്ലേ ആള്. രാത്രി എത്ര, ഒരു 10 മണിയായപ്പോൾ പോയതാ. അകത്തോട്ട് പോകാം കേട്ടോ. ബാ കുക്കു ബാ. ഇതുണ്ടോ കുറേ പ്രാവുകൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഈ ക്ലൈമറ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണേ. ഈ തണുപ്പ്. ഇതുണ്ടോ ആ ഓടിൻ്റെ മുകളിൽ വന്നിരിക്കുന്നുണ്ടോ, കാറ്റുകൊണ്ട് ഷേക്ക് ആകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു വൈറ്റ് പ്രാവ് കുട്ടിയുണ്ട്. ഇവർ കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് കഴിക്കും കേട്ടോ ഇവിടെ ഫുഡ്. ഇത് കണ്ടോ ഒരു പ്രാവുംകുട്ടി വന്നിട്ടുണ്ടേ. അവൾ റാഗി കൊടുത്തിട്ടുണ്ട്. റാഗി കഴിച്ചുകൊണ്ടിരിക്കുക. കുറേ പേര് വരുന്നുണ്ട്. കാരണം 2 ദിവസം കൂടുമ്പം കാണത്തില്ല കേട്ടോ. പിന്നെ 2 ദിവസം കൂടുമ്പം വരും. അവർക്കറിയാം ഫുഡ് ഇവിടെ കിട്ടും. നിങ്ങൾ പതുങ്ങി വരും. ഇതെന്താ പറയുക, പേടിച്ച് കഴിക്കുന്നേ. എൻ്റെ കുക്കും അവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ കഴിക്കാൻ പിടിയല്ല, പിടിക്കല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പതുങ്ങി കിടന്ന് കരയുമ്പോൾ അവർക്ക് പേടിയാണ്. കണ്ടോ പാവം കഴിക്കുന്നത് കണ്ടോ. അപ്പോൾ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ച് പിന്നെ പുറത്ത് കുറച്ച് ക്ലോത്ത് വാഷിങ്ങൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നല്ല കാറ്റ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും മീൻസ് ലഞ്ചിനും ഉള്ളത് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നോർമലായിട്ട് ഞാനൊരു ഉപയോഗിക്കുന്നത് സ്മൂത്തി മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നുണ്ടാകുന്ന ഞാൻ കാണിക്കാവേ. നിങ്ങൾ സംസാരിക്കുകയും ചെയ്യാം, എൻ്റെ കുക്കിങ്ങും ആകുമല്ലോ. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവേ. വരൂ, സൈലൻ്റാണേ. എന്നമ്മ അവിടെ പ്രാവിനെ പിടിക്കണോ കുഞ്ഞിന്? പ്രാവിനെ കിട്ടുമോ കുക്കുന്? എന്നും ഇരുന്ന് കരയും. പിടിക്കില്ല കേട്ടോ. കൊച്ചു പിടിക്കുമോ പ്രാവിനെ?
ഏ കുക്കുമ കുക്കാച്ചി പ്രാവിനെ പിടിക്കണോ കുഞ്ഞിനെ? പാവല്ലമ്മേ, പിടിക്കില്ല കേട്ടോ. കേട്ടോ, പാവം പ്രാവ് പേടിച്ച് 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 കഴിക്കും. ഈ കുക്കുൻ്റെ ഒരു കാര്യം. ആ എന്ത് എന്ത് ഓ അയ്യോ അയ്യോ വീണെൻ്റെ കുഞ്ഞ്. ആ ഇപ്പം കിട്ടും. ആ കുക്കു എന്നെ വിചാരിക്കുന്നറിയാം, ഇപ്പോൾ അവൾക്ക് പിടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞ് കരയുക. പക്ഷെ പിടിക്കല കേട്ടോ, അങ്ങനെ പതുങ്ങിയിരുന്ന് കരയത്തേ ഉള്ളൂ. പാവാന് പിടിക്കാനൊന്നും അറിയില്ല. ആ കിട്ടൂല കുഞ്ഞിനെ, പിടിക്കില്ല പാവ കേട്ടോ. ആ നോക്കുന്നുണ്ടോ, നോക്ക് ഇപ്പം പിടിക്കും. എവിടെ നീ? നിനക്ക് പറയാം എലി എലിനെ പിടിക്കാൻ പോലും അറിയോടി നിനക്ക്? വേറെ ആക്ടിങ് മാത്രമേ ഉള്ളൂ ഞാൻ വലിയ വീരത്തിയാണെന്ന്. അപ്പം സമയം 9:10 ആയി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല കേട്ടോ. എൻ്റെ സ്മൂത്തി, എൻ്റെ റെഗുലർ സ്മൂത്തി. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഡയറ്റൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹെൽത്തി ആയിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഞാൻ കൂടുതലും മോർണിംഗ് എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് കാരണം എല്ലാവരോടും എനിക്ക് സംസാരിക്കാമല്ലോ. എനിക്കിങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയോ? അവലില്ലേ, അവലും കൂടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതാണ് ഇന്നത്തെ ലഞ്ച്. ഓക്കെ, ഇത് കണ്ടോ നമ്മുടെ കട്ടി അവൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ലേ? ഇച്ചിരി കട്ടിയുള്ള അവലെടുക്കണം കേട്ടോ. സ്മൂത്ത് അവലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ പിന്നെ കഞ്ഞി വെച്ചോലായിപ്പോവും. അപ്പം ഞാൻ ഈ അവലുണ്ടല്ലോ ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ് മാത്രം ഞാൻ സോക്ക് ചെയ്താൽ മതി. നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്യാൻ കേട്ടോ. കണ്ടോ, ഞാൻ സോക്ക് ചെയ്താൽ വെച്ചു ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കഞ്ഞിയായി പോവേ. കണ്ടോ, ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചോളൂ കേട്ടോ. ഈ പിന്നെ ഉപ്പുമാവിനുണ്ടല്ലോ, നമ്മുടെ അവലിൻ്റെ ഉപ്പുമാവിന് കുറച്ച് എണ്ണയൊക്കെ ഉള്ളെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ. ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ നിലക്കടല അത് നമുക്ക് വറുത്ത് മാറ്റി വെക്കണം കേട്ടോ. എണ്ണ ചൂടായിട്ട് നമുക്ക് കടല ഇടാം കേട്ടോ. ഇതിനകത്ത് കടലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉള്ളൂ. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കടല കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കടുകിടാം. പിന്നെ കടലപ്പരിപ്പില്ലേ, അത് കുറച്ചിടാം. നിങ്ങളുടെ ആവശ്യത്തിന് കിട്ടാൻ മതി കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തിന്നാലോ, ഇങ്ങനെ കടിച്ച് തിന്നാലോ എന്ന് വിചാരിച്ചിരുന്ന. നമുക്കിതിനകത്ത് കരിവേപ്പില ഇടാം കേട്ടോ. തീ കുറച്ച് വെക്കണേ. കരിവേപ്പില, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് തക്കാളി, ഇതൊക്കെ നല്ലോണം ഫ്രൈ ആവും. ഞാൻ തക്കാളി ഇട്ടു. ഇനി നമുക്ക് വെജിറ്റബിൾ വേണ്ടവർക്ക് വെജിറ്റബിൾ ഇടാം കേട്ടോ. ഞാൻ ബീൻസ് ക്യാരറ്റ് ഇട്ടു, ബീൻസ്, പിന്നെ ക്യാപ്സിക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളി, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ നല്ലപോലെ സോഫ്റ്റ് ആയിക്കോളും, വഴന്നോളും. നല്ലപോലെ വഴന്നിട്ട് കേട്ടോ. നല്ലപോലെ വഴണ്ടി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കുറച്ച് ഉപ്പിടണം. എന്ന് വെച്ചാൽ നമ്മൾ അവലിനൊക്കെ ഉപ്പ് പിടിക്കണമെങ്കിൽ ആദ്യമേ കുറച്ച് ഉപ്പിടണം കേട്ടോ. കുറച്ചിട്ടാൽ മതി, പിന്നെ നോക്കി ഇട്ടാൽ മതിയേ. അവല് നമുക്ക് അറിയാലോ, നല്ല റിച്ച് പ്രോട്ടീൻ ഒക്കെയാണ് അവലിന് കഴിക്കുന്നത് നല്ല കേട്ടോ. നമുക്കൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാത്രിയൊക്കെ കുറച്ച് നല്ലപോലെ വേവണം കേട്ടോ ഇതിനകത്ത് കിടന്ന്. അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കണം. നമുക്കിങ്ങനെ രാവിലെ എന്തെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഏതുണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര ടെൻഷനല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം. ലഞ്ചിനും ഉപയോഗിക്കാം, ഡിന്നറിനും ഉപയോഗിക്കാം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാം. എന്തിനു വേണം നമുക്ക് അവൽ ഉപയോഗിക്കാം. ഈ നമുക്ക് കുറച്ച് ടെർമറിക് ഇടണം കേട്ടോ. ടെർമറിക്ക് കുറച്ച് ഇതാകട്ടെ, ആ മഞ്ഞമണം വന്ന ടെർമറിക്കിൻ്റെ മണമൊന്ന് മാറട്ടെ.
നമുക്ക് മാറ്റി, ഇത് നല്ലപോലെ സോഫ്റ്റായി വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാറ്റി വെച്ചാൽ കടല ഇടാം. ഇനിയാണ് നമ്മുടെ അവലിടാൻ പോകുന്നത്. ഇങ്ങനെ നിരത്തിയിട്ടാൽ മതി. ഞാൻ ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ അവല് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. സിം സ്ലോ ചെയ്ത് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇത് കണ്ടോ, ഞാൻ അവലൊക്കെ നല്ല ഇത് കണ്ടോ, നല്ലപോലെ ഒരു 2 മിനിറ്റ്സ് വെന്താൽ മതി കേട്ടോ കിടന്നിട്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല നമുക്ക് വിട്ട് 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 കിടക്കുന്നുണ്ടോ. ഇത് കണ്ടോ, ഇത് വിട്ട് വിട്ട് കിടക്കും. ഇങ്ങനെ കിടക്കണം കേട്ടോ. കാരണം കുറേ വെള്ളം നമ്മൾ വെള്ളം ഇങ്ങനെ ഊറ്റിക്കളയാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞി പോലെയാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ ഇടുക. പിന്നെ നമ്മളത് നല്ലപോലെ കുറച്ചിങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇത്രയും ചെയ്താൽ മതി. എന്നാ ടേസ്റ്റാണെന്നറിയോ. ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 10 മിനിറ്റിലാകുന്ന റെസിപ്പിയാണിത്. ഞാൻ ഉപ്പൊക്കെ നോക്കിയത് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് മല്ലിച്ചപ്പ് കണ്ടോ. മല്ലിച്ചപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫൈനലി എല്ലാം റെഡിയായി. കണ്ടോ. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇനിയും വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്കത് മെസ്സേജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ദെൻ ബൈ, ടേക്ക് കെയർ.